അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് കൽപ്പറ്റയിൽ വെച്ച് ബഹുമാനപ്പെട്ട സമസ്ത കേരള സുന്നി യുവജന സംഘത്തിന്റെ മഹത്തായ 60-ാം വാർഷിക മഹാസമ്മേളനത്തിന്റെ പ്രഖ്യാപന സമ്മേളനമാണ്. അപ്പോ ഈ സമസ്ത കേരള സുന്നി യുവജന സംഘത്തെ സംബന്ധിച്ച് ചെറുതായി ഒന്ന് നമ്മൾ പരിചയപ്പെടണ്ടേ? ഒരുപാട് സമയമാണത് പറയണമെങ്കിൽ, അതിനൊന്നും ഇപ്പൊ സമയമില്ല. സമസ്തയുടെ രണ്ടാമത്തെ ഘടകമാവുന്ന SVS-നെ സംബന്ധിച്ച് ചില കാര്യങ്ങളാണ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് ഖൈറായ നിലക്ക് സംസാരിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. നമ്മളിൽ നിന്ന് കഴിഞ്ഞുപോയ മഹാന്മാരായ വലിയ വലിയ മഹത്തുക്കളായ സ്വാലിഹീങ്ങൾ, അവരൊക്കെ പടുത്തുയർത്തിയ സംഘടനയാണ്. അവരുടെയൊക്കെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു തആല സുന്നത്ത് ജമാഅത്തിന്റെ മാർഗത്തിൽ നമ്മളെ എല്ലാവരെയും ഉറപ്പിച്ചു നിർത്തി അവർ കാണിച്ചു തന്ന മാർഗത്തിൽ ജീവിച്ചു മരിക്കാൻ നമുക്കും നമ്മുടെ മക്കൾക്കും നമ്മുടെ കുടുംബത്തിനും ഒക്കെ തൗഫീഖ് ചെയ്യുമാറാകട്ടെ എന്ന് ദുആ ചെയ്യുന്നു. 1926 കോഴിക്കോട് വെച്ച് സംഘടിത രൂപം കൊണ്ട മഹത്തായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ സുന്നത്ത് ജമാഅത്തിന്റെ സന്ദേശ പ്രചരണത്തിനു വേണ്ടി ഏതാണ്ട് വർഷം തോറും നടത്തി വന്നിരുന്ന മഹാസമ്മേളനങ്ങളിൽ ഓരോ സമ്മേളനവും ഓരോ വഴിത്തിരിവായിരുന്നു. അങ്ങനെ സമസ്ത വളരെ വളർന്ന് വികസിച്ച് പന്തലിച്ച് വന്നപ്പോൾ അതിന്റെ പ്രത്യേക സാഹചര്യങ്ങളിൽ പ്രവർത്തന മേഖല വിപുലപ്പെടുത്തൽ അനിവാര്യമായ ഘട്ടത്തിലാണ് വടകര സമ്മേളനത്തിൽ വെച്ച് സമസ്ത കേരള ഇസ്ലാമിന്റെ വിദ്യാഭ്യാസ ബോർഡ് എന്ന പേരിൽ ബോർഡ് രൂപീകരിച്ചത്. അതാണ് അതിന്റെ ഒന്നാമത്തെ ഘടകം. സമസ്ത ജംഇയ്യത്തുൽ ഉലമയുടെ കീഴ്ഘടകങ്ങളിൽപ്പെട്ട ഒന്നാമത്തേത് വടകര സമ്മേളനത്തിൽ വെച്ച് രൂപം കൊണ്ട മഹത്തായ വിദ്യാഭ്യാസ ബോർഡാണ്. ലോക ചരിത്രത്തിൽ തന്നെ ഇസ്ലാമിക ദഅവത്തിന്റെ രംഗത്ത് തുല്യതയില്ലാത്ത മഹത്തായ ഒരു കാൽവെപ്പാണ് വടകര സമ്മേളനത്തിലൂടെ യഥാർത്ഥത്തിൽ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ കഴിയുമ്പോൾ അത് 1951 അത് ഇൻഷാ അല്ലാഹ് ഇപ്പോൾ പറയുന്നില്ല, അതിനൊന്നും സമയമില്ല. എന്നാൽ 1954 താനൂരിൽ വെച്ച് നടന്ന ചരിത്രപ്രസിദ്ധമായ സമസ്തയുടെ 20-ാം സമ്മേളനം മനസ്സിലാക്കുക. 1926 തുടങ്ങി വിവിധ സ്ഥലങ്ങളിൽ മഹത്തായ സമ്മേളനങ്ങൾ നടത്തിക്കൊണ്ട് മുന്നേറിയിരുന്ന ദഅവത്ത് രംഗത്ത് വളരെ മുന്നോട്ട് പോയ മഹത്തായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അതിന്റെ സുന്നത്ത് ജമാഅത്തിന്റെ ആശയ പ്രചരണ പ്രവർത്തന രംഗത്തുള്ള മറ്റൊരു മഹത്തായ കാൽവെപ്പിന് തുടക്കം കുറിച്ചത് 1954 ഏപ്രിൽ 24, 25 തീയതികളിൽ താനൂരിൽ വെച്ച് നടന്ന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ 20-ാം സമ്മേളനത്തിലാണ്. ആ സമ്മേളനത്തിൽ അധ്യക്ഷം വഹിച്ചത് തെന്നിന്ത്യൻ മുഫ്തിയായിരുന്ന മഹാപണ്ഡിതനും എണ്ണമറ്റ മഹായോഗ്യരായ ഉലമാക്കളുടെ ഗുരുവര്യരുമാവുന്ന ബഹുമാനപ്പെട്ട ഷെയ്ഖ് ആദം ഹസ്രത്ത് റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ അവർകളായിരുന്നു. മഹാനവറുകളുടെ അധ്യക്ഷ പ്രഭാഷണത്തിൽ ഒരു ബഹുജന സംഘടന രൂപീകരിച്ച് സമസ്ത പ്രവർത്തനം വിപുലപ്പെടുത്തുന്നതിനെ സംബന്ധിച്ച് സൂചിപ്പിച്ചുകൊണ്ട് സംസാരിച്ചു. ആ സംസാരത്തെ ഏറ്റുപിടിച്ചുകൊണ്ട് സമസ്തയുടെ എക്കാലത്തെയും വഴികാട്ടികളായിരുന്ന ബഹുമാനപ്പെട്ട
പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ അവറുകളും ബഹുമാനപ്പെട്ട പറവണ്ണ ജനറൽ സെക്രട്ടറിയായും ബഹുമാനപ്പെട്ട പറവണ്ണ മൊയ്തീൻ കുട്ടി മുസ്ലിയാരും വളരെ ശക്തമായ നിലക്ക് വിശദമായി തന്നെ ഇങ്ങനെ ഒരു ബഹുജന സംഘടനയുടെ ആവശ്യകതയെ ഊന്നിപ്പറയുകയും വളരെ വിശദമായി അതുമായി ബന്ധപ്പെട്ട് സംസാരിക്കുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ തത്വത്തിൽ ഒരു യുവജന സംഘം ആവശ്യമാണെന്നും അത് രൂപീകരിക്കണമെന്നും 1954 ഏപ്രിൽ മാസം 24-25 തീയതികളിൽ നടന്ന താനൂർ മഹാസമ്മേളനത്തിൽ തീരുമാനമായി. പക്ഷേ സംഘടനകൾക്ക് ഔദ്യോഗിക രൂപം നിലവിൽ വന്ന് അതിനൊരു കമ്മിറ്റി രൂപീകൃതമായത് 1955 മാർച്ച് മാസം അഥവാ ദുൽഖഅദയിലായിരുന്നു താനൂർ സമ്മേളനം നടക്കുന്നത്. അതിനുശേഷം വരുന്ന റമദാൻ ഷെരീഫിൽ ബദരീങ്ങളാണ്ടിന്റെ അന്ന് അഥവാ റമദാൻ 17 അന്ന് കോഴിക്കോട് അൻസാറുൽ മുസ്ലിമൂൻ സംഘത്തിന്റെ ഓഡിറ്റോറിയത്തിൽ വെച്ച് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ അന്നത്തെ വൈസ് പ്രസിഡന്റുമാരിൽ ഒരാളായിരുന്ന മുദാക്കരപ്പള്ളി മുദരിസ് കൂടിയായിരുന്ന മഹാനായ ഒ അബ്ദുറഹ്മാൻ മുസ്ലിയാർ നവറല്ലാഹു മർഖദഹു മഹാനവറുകളുടെ അധ്യക്ഷതയിലാണ്. നമ്മൾ നോക്കണം ഇതിനൊക്കെ ഓരോന്നിന്റെ ബർക്കത്ത്. റമളാൻ മാസം 17 ബദരീങ്ങളാണ്ടിന്റെ അന്ന് കോഴിക്കോട് അൻസാറുൽ ഇസ്ലാം സംഘത്തിന്റെ ഓരോ സ്ഥാപനം ഉണ്ടാണെന്ന് നോക്കണം. എസ് കെ ഉണ്ടായ സ്ഥലം എവിടെ നാലൂരാജിക്കൊക്കെ അറിയാം. അത് അതിന്റെ ആ ബർക്കത്ത് കേട് അതിന് എപ്പോഴും ഉണ്ടാവും. എന്നതുപോലെ SYSന്റെ ബർക്കത്ത് അല്ലാഹു തആല ചെയ്ത വലിയൊരു തൗഫീഖാണ്. റമളാൻ 17 ബദരീങ്ങളാണ്ടിന്റെ അന്ന് അൻസാറുൽ മുസ്ലിമൂൻ സംഘത്തിന്റെ ഓഡിറ്റോറിയത്തിൽ സമസ്ത വൈസ് പ്രസിഡന്റ് ഒ അബ്ദുറഹ്മാൻ മുസ്ലിയാർ അവറുകളുടെ അധ്യക്ഷതയിൽ കൂടിയ കൺവെൻഷനിലാണ് അന്നത്തെ ബഹുഭാഷാ പണ്ഡിതനും പ്രത്യേക വ്യക്തിത്വത്തിന്റെ ഉടമയുമായിരുന്ന ബി കുട്ടിയസനാജി മാഹി അവർകൾ പ്രസിഡന്റും ബഹുമാനപ്പെട്ട മുഹമ്മദ് കോയ അവർകൾ, അതായത് മാത്തോട്ടെ മുഹമ്മദ് കോയ നവറല്ലാഹു മർഖദഹു സുന്നത്ത് ജമാഅത്തിന്റെ വലിയൊരു മുന്നണി പോരാളിയാണ്. അദ്ദേഹം ജനറൽ സെക്രട്ടറിയുമായി കൊണ്ടുള്ള സുന്നി യുവജന സംഘത്തിന്റെ ആദ്യ കമ്മിറ്റി നിലവിൽ വരുന്നത് 1955 മാർച്ച് മാസത്തിലാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കുക, ബദരീങ്ങളാണ്ടിന്റെ അന്ന് റമളാൻ 17 താനൂർ സമ്മേളനത്തിൽ തീരുമാനമായെങ്കിലും അന്ന് കമ്മിറ്റി രൂപം കൊണ്ടിട്ടില്ല. അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. താനൂർ സമ്മേളനത്തിൽ തത്വത്തിൽ സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഇങ്ങനെ ഒരു കീഴ്ഘടകം രൂപീകരിച്ച് പ്രവർത്തനം വിപുലപ്പെടുത്തേണ്ടതാണ് എന്ന് അംഗീകരിക്കുകയാണ് ചെയ്തത്. അതിന്റെ പ്രാവർത്തിക രൂപമാവുന്ന കമ്മിറ്റി രൂപീകരണം നടക്കുന്നത് തൊട്ടടുത്ത് വരുന്ന റമളാൻ മാസം 17 അഥവാ 1955 മാർച്ച് മാസത്തിലാണ്. ഈ ബി കുട്ടിയസനാജിനെ നമുക്ക് പരിചയപ്പെടുന്നത് നല്ലതാണ്. ദീർഘകാലം പ്രസിഡന്റും പിന്നീട് ദീർഘകാലം ജനറൽ സെക്രട്ടറിയുമായി SYSനെ നയിച്ച ഒരു വലിയ മനുഷ്യനാണ് ഈ ബി കുട്ടിയസനാജി. അക്കാലത്ത് നല്ല ഒഴുക്കോടുകൂടി ഇംഗ്ലീഷും ഉറുദുവും അറബിയും സംസാരിക്കാൻ കഴിയുന്ന ഒരു യുവ പണ്ഡിതനായിരുന്നു ബി കുട്ടിയസനാജി. മാഹിക്കാരനാണ്. കണ്ടാൽ ആരും നോക്കിപ്പോകുന്ന അതിസുന്ദരനും മഹായോഗ്യനുമായ ഒരു പ്രത്യേക വ്യക്തിത്വത്തിന്റെ ഉടമ. അദ്ദേഹത്തെ പറ്റി ഒരുപാട് പറയാനുണ്ട്, അതിനൊന്നും സമയമില്ല. കാരണം നമുക്ക് ഇപ്പുറം വരെ എത്തണ്ടേ. അതിന് ഇവിടെ സമ്മേളനം തുടങ്ങുന്നതിന് മുമ്പ് തീരുമാനമല്ലോ. എന്നാൽ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ സമസ്തയുടെ പണപ്പെട്ടി എന്നായിരുന്നു ബി കുട്ടിയസനാജി അറിയപ്പെട്ടിരുന്നത്. പഴയ ആളുകൾക്കറിയാം. എന്ന് പറഞ്ഞാൽ ഇന്നത്തേക്കുള്ള
സാമ്പത്തിക ശേഷിയൊന്നും അക്കാലത്തില്ല, വളരെ കഷ്ടപ്പാടാണ്. എന്നാൽ ഒരു പിരിവ് വേണ്ടി വന്നാൽ സമസ്ത ഏൽപ്പിക്കുക കുട്ടിയസനാജിനെയാണ്. കുട്ടിയസനാജി ചെന്നാൽ കാശ് കിട്ടാത്ത ഒരു സ്ഥലവുമില്ല. പ്രത്യേകിച്ച് പണ്ട് പടന്നയില് ഞാൻ ഓതുന്ന കാലത്ത് അവിടെ ഒരു പിരിവിന് വന്നു എനിക്ക് ബി കുട്ടിയസനാജി. അപ്പൊ അദ്ദേഹം ചോദിച്ചത്, ഈ നാട്ടില് ഒരു കാര്യത്തിനും സംഭാവന ചെയ്യാത്ത വലിയ പൈസക്കാരൊക്കെയുള്ളത്? അങ്ങനെ ആർക്കും ഒരു കാര്യത്തിനും ഒരു പൈസ സംഭാവന ചെയ്യാത്ത മുതലാളിമാർ. അപ്പൊ അങ്ങനത്തെ 1-2 മുതലാളിമാർ അന്ന് പടന്നയിലുണ്ടായിരുന്നു. അപ്പൊ അയാളെ ഇന്ന മുതലാളിമാരുണ്ട്, അത് പ്രശ്നമില്ലാതെ ഇയാൾ അവിടെ ചെന്നിട്ട് ഒരു 5 മിനിറ്റ് സമയം ആ മുതലാളിമാരെ കണ്ടെന്ന് സംസാരിച്ചാല് എങ്ങനെയാണ് സാധിക്കുന്നത് അള്ളാഹ്ക്കേ അറിയുള്ളൂ. കയ്യ നിറയെ വാരി കൊടുക്കാൻ അവർ തയ്യാറാവും. അങ്ങനത്തെ വലിയ ഒരു വാചാലനായിരുന്നു. നന്നായി ഇംഗ്ലീഷ്, നമ്മള് മലയാളം പറയുന്നതിനും ഭംഗിയായി ഇംഗ്ലീഷ് സംസാരിക്കുമായിരുന്നു. അതുപോലെ തന്നെ ഉറുദുവിലും അറബിയിലും സംസാരിക്കുമായിരുന്നു. അങ്ങനെ 955 മാർച്ച് മാസം അഥവാ റമളാൻ 17 ആദ്യമായി തെരഞ്ഞെടുത്ത ആ കമ്മിറ്റിയുടെ പ്രസിഡന്റ് സ്ഥാനത്ത് 1959 വരെ ബി കുട്ടിയസനാജി അവർകൾ തന്നെ തുടർന്നു. ഈ കാലത്തൊക്കെയും മഹാനായ KM മുഹമ്മദ് കോയ മാത്തോട്ടം എന്ന മഹാനായിരുന്നു ജനറൽ സെക്രട്ടറി. അഹമ്മദ് കോയ മാത്തോട്ടം ഒരു മൂല്യാരി, ഒരു പണ്ഡിതനല്ല. പക്ഷേ ആലിമീങ്ങളെ അങ്ങേയറ്റം സ്നേഹിക്കുന്ന, സുന്നത്ത് ജമാഅത്തിനെ ആഴത്തിൽ പഠിച്ച് മനസ്സിലാക്കിയ ഒരു മഹാത്യാഗിയായ മനുഷ്യനായിരുന്നു. മഹാനായ EK ഹസൻ മുസ്ലിയാരുടെ വലങ്കയ്യായി അവസാനം വരെ പ്രവർത്തിച്ച മഹാനായ മാത്തോട്ടം. അക്കാലത്തൊക്കെ സുന്നി ബിദഈ എന്നീ കക്ഷികൾ തമ്മിൽ വാദപ്രതിവാദം നടക്കുന്നുണ്ടെങ്കിൽ അതിന്റെ വ്യവസ്ഥ എഴുതാൻ വേണ്ടിയിട്ട് സമസ്ത തീരുമാനിക്കുന്ന വ്യക്തിത്വമായിരുന്നു KM മുഹമ്മദ് കോയ മാത്തോട്ടം. എല്ലാ മൗലവിമാരോടും നല്ല ലോക്യത്തിൽ പെരുമാറും. പക്ഷേ അവരെ ചങ്കിന് പിടിച്ച് അനങ്ങാൻ പറ്റാത്ത നിലക്ക് താൻ ഉദ്ദേശിച്ചിടത്ത് അവരെ കൊണ്ടുവന്ന് കെട്ടാൻ ഒരു കഴിവ് അദ്ദേഹത്തിനുണ്ടായിരുന്നു. അദ്ദേഹം പറയില്ല, വ്യവസ്ഥ ജയിച്ചാൽ വാദപ്രതിവാദം ജയിച്ചു, വ്യവസ്ഥ തോറ്റാൽ വാദപ്രതിവാദം തോറ്റു എന്ന് പറഞ്ഞിട്ട് വ്യവസ്ഥയിലാണ് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് വാദപ്രതിവാദ വ്യവസ്ഥക്ക് ശരിയായ ഒരു രൂപം നൽകി സുന്നത്ത് ജമാഅത്തിനെ മുന്നോട്ട് നയിക്കുന്നതിൽ വലിയ സ്വാധീനം ചെലുത്തിയ വ്യക്തിത്വമാണ് KM മുഹമ്മദ് കോയ മാത്തോട്ടം അവർകൾ. അടുത്ത കാലത്ത് വഫാത്തായിട്ടുള്ളൂ. പക്ഷേ അനാരോഗ്യം ബാധിച്ച് കുറെ കാലം വീട്ടിൽ ഇരിപ്പിലായിരുന്നു, പുറത്തൊന്നും പോകാൻ കഴിയാതെ. സമീപകാലത്ത് വഫാത്തായിട്ടുള്ളൂ. തന്റെ ജീവിതകാലം മുഴുവനും മരണം വരേക്കും സുന്നത്ത് ജമാഅത്തിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടി നാക്കും പേനയും പടവാളാക്കിയ ഒരു മഹാവ്യക്തിത്വമാണ് ബഹുമാനപ്പെട്ട KM മുഹമ്മദ് കോയ മാത്തോട്ടം എന്ന മഹാനവറുകൾ. ആട്ടെ, പിന്നീട് 1959 സംഘടനയെ ഒന്നുകൂടി സജീവമാക്കാനും പ്രവർത്തനം കുറെ കൂടി വിപുലപ്പെടുത്താനും ലക്ഷ്യം വെച്ചുകൊണ്ട് കോഴിക്കോട് സഭാ ഹാളിൽ ഒരു കൺവെൻഷൻ അതിന്റെ സ്റ്റേറ്റ് കൗൺസിൽ ചേരുകയും അതിൽ ബഹുമാനപ്പെട്ട N അബ്ദുള്ള മുസ്ലിയാർ പൂന്താനം, പട്ടിക്കാടിനടുത്ത ഒരു പ്രദേശമാണ് പൂന്താനം എന്ന് പറഞ്ഞിട്ട്, N അബ്ദുള്ള മുസ്ലിയാർ എന്ന് പറയുന്ന മഹായോഗ്യനും അതിവാചാലനുമായ ഒരു വലിയ മഹാപണ്ഡിതനാണ്. പലർക്കും അദ്ദേഹത്തെ ഇന്ന് അറിയില്ല. ഞാൻ പട്ടിക്കാട് കോളേജിൽ പഠിക്കുന്ന കാലത്ത് അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട് നേരിൽ. പക്ഷെ അപ്പോഴേക്കൊക്കെ വല്ലാതെ അനാരോഗ്യം ബാധിച്ചു ഒരു ആക്സിഡന്റിലാണ് അദ്ദേഹം പറ്റെ അവശനായിപ്പോയത്. അതിനുശേഷം കുറെ കാലങ്ങൾ വീട്ടിൽ സ്വസ്ഥ ജീവിതം നയിക്കുകയായിരുന്നു. അങ്ങനെ താങ്ങിയെടുത്ത് കാറിൽ ഇരുത്തി കോളേജിൽ കൊണ്ടുവന്ന് അവിടെ നിന്ന് താങ്ങിയെടുത്ത് ഓഫീസിൽ ഇരുത്തിയാൽ ഉപദേശങ്ങളും കാര്യങ്ങളും മേൽനോട്ടങ്ങളും ഒക്കെ വഹിക്കുമായിരുന്നു. അങ്ങനെയുള്ള മക്കളില്ല മഹാനവറുകൾക്ക്. N അബ്ദുള്ള മുസ്ലിയാർ പൂന്താനം അദ്ദേഹമാണ് 59 പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെടുന്നത്. അതോടുകൂടി പുതിയൊരു ജീവൻ SYS കൈവന്നു. കാരണം കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളം ഓടി നടന്ന് സുന്നത്ത് ജമാഅത്തിന്റെ ആശയ പ്രചരണത്തിനു വേണ്ടി
തന്റെ മൂർച്ചയേറിയ എന്നാൽ വശ്യസുന്ദരമായ ആ നാക്കുപയോഗിച്ച് താൻ നടത്തിയ ഖണ്ഡന പ്രസംഗങ്ങൾ ചരിത്രത്തിൽ തന്നെ, കേരള ചരിത്രത്തിൽ തന്നെ തുല്യതയില്ലാത്ത കോഴിക്കോട് കുറ്റിച്ചിറയിൽ 6 മാസം തുടർച്ചയായി, അങ്ങനെ ഒരു ചരിത്രം കേട്ടിട്ടുണ്ടോ വേറൊരു പണ്ഡിതന്റേത്? എനിക്ക് സംശയമാണ്. 6 മാസം തുടർച്ചയായി സുന്നത്ത് ജമാഅത്തിന് വേണ്ടി എതിരാളികളെ അരിഞ്ഞു വീഴ്ത്തിക്കൊണ്ട് സംസാരിച്ച മഹായോഗ്യനാണ് ബഹുമാനപ്പെട്ട എൻ അബ്ദുള്ള മുസ്ലിയാർ പൂന്താനം. പൂന്താനം അറിയുന്നവരുണ്ടാവാം. പട്ടിക്കാടിനടുത്ത് അഥവാ പെരിന്തൽമണ്ണയിൽ നിന്നിട്ട് പാണ്ടിക്കാടേക്ക് പോകുന്ന വഴിയിലാണ് പൂന്താനം. മഹാനവർക്ക് മക്കളില്ല. ബഹുമാനപ്പെട്ടവരാണ് 59-ൽ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടത്. അന്ന് അതുവരെ പ്രസിഡന്റ് ആയിട്ടുണ്ടായിരുന്ന ബി കുട്ടി സ്വരാജി ജനറൽ സെക്രട്ടറിയായി മാറുകയുണ്ടായി. അങ്ങനെ ബി കുട്ടി സ്വരാജിന്റെ വ്യക്തിത്വവും എൻ അബ്ദുള്ള മുസ്ലിയാരുടെ നിസ്വാർത്ഥമായ ആശയപ്രചരണ രംഗത്തുള്ള പടയോട്ടവും ബഹുമാനപ്പെട്ട SVSന്റെ വളർച്ചയിൽ വലിയ ഒരു നാഴികക്കല്ല് തന്നെ ആയിരുന്നു. അവിടുന്ന് 1962-ൽ വൈസ് പ്രസിഡന്റ് ആയിരുന്ന ബഹുമാനപ്പെട്ട KV മുഹമ്മദ് മുസ്ലിയാർ കൂറ്റനാട്, നവറല്ലാഹു മർഖദു, അവരൊക്കെ ഈ ലോകം വെടിഞ്ഞുപോയി. അവരുടെയൊക്കെ ആഖിറം അല്ലാഹു തആല സന്തോഷമാക്കുകയും അവരുടെ ദർജകൾ അല്ലാഹു തആല ഉയർത്തി കൊടുക്കുകയും ചെയ്യുമാറാകട്ടെ. മഹാനായ കൂറ്റനാട് അതുവരെ വൈസ് പ്രസിഡന്റ് ആയിരുന്നു. അവർകളെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെടുകയുണ്ടായി. അന്നും ജനറൽ സെക്രട്ടറി ആയിട്ടുള്ളത് ബി കുട്ടി സ്വരാജ് തന്നെയാണ്. പിന്നീട് 1965 ആവുമ്പോൾ ബഹുമാനപ്പെട്ട കൂറ്റനാട് സമസ്തയുടെ ഓഫീസ് സെക്രട്ടറിയും ജനറൽ സെക്രട്ടറിയുമായപ്പോൾ പ്രവർത്തന സൗകര്യത്തിന് വേണ്ടി ബഹുമാനപ്പെട്ട എം ബഷീർ മുസ്ലിയാർ ചേറൂർ, MM ബഷീർ മുസ്ലിയാർ ചേറൂർ, പലർക്കും ആലുരാജി ഉൾപ്പെടെയുള്ള പലർക്കും പരിചയമുള്ള ഉണ്ടാവാൻ സാധ്യതയുള്ള ആളാണ്. അധിക കാലമായിട്ടില്ല വഫാത്തായിട്ട്. സുന്നികളുടെ കൂട്ടത്തിൽ ഇത്രമാത്രം നയചാതുരിയും സുന്ദരമായ ഭാഷണം, അതാ ഒരു പ്രത്യേക ശൈലി. അക്കാലത്തൊന്നും അങ്ങനെ ആലിമീങ്ങൾ സംസാരിക്കുന്നത് കേൾക്കാറില്ല. നമ്മുടെ സുന്നികളുടെ രംഗം ശുദ്ധവും സ്ഫുടവുമായ ഭാഷയിൽ 2 മണിക്കൂർ സംസാരിച്ചാൽ ഒരു വിഷയത്തിന്റെ ആദ്യാവസാനം പരാമർശിക്കുകയും അത് നമ്പറിട്ട് പോയ ഓരോ വ്യക്തിക്കും എഴുതിയെടുത്ത് കൊണ്ടുവരാൻ പറ്റുന്ന അത്രയും വൃത്തിയിലും കൃത്യമായും സൂക്ഷ്മമായും കാര്യങ്ങൾ അപഗ്രഥിച്ച് സംസാരിക്കുന്ന ഒരു പ്രത്യേക കഴിവുള്ള മഹാനായിരുന്നു ബഹുമാനപ്പെട്ട ബഷീർ മുസ്ലിയാർ. ചേറൂർക്കാരനാണ്. മഹാനവർകളെയാണ് 1965-ൽ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടത്. അന്ന് ജനറൽ സെക്രട്ടറിയായി നമ്മളെ മുക്കത്തുകാരൻ EV മോയിൻ മോഹൻ ഹാജി അവർകളാണ്. അദ്ദേഹം ഒരു പണക്കാരനായ പൗരപ്രമുഖനാണ് എന്നതിന്റെ പുറമെ ആദ്യകാലത്ത് പട്ടിക്കാട് ജാമ്യാനൂരിയിൽ നിന്നിട്ട് പാസ്സായ ഫൈസിമാരിൽപ്പെട്ട ഒരു ഫൈസി കൂടിയാണ്. വലിയ പണക്കാരൻ മോലാളി ആയതുകൊണ്ട് ദർശനത്താനൊന്നും അദ്ദേഹം പോയിട്ടില്ല. എങ്കിലും മോയിൻ മോഹൻ ഹാജി ഫൈസി ആയിരുന്നു. അദ്ദേഹമാണ് ജനറൽ സെക്രട്ടറി. ഇതിന്റെ ഇടയ്ക്കൊരു കാര്യം ഞാൻ ഉണർത്തട്ടെ. സമസ്തക്ക് വേണ്ടപ്പെട്ട എല്ലാം കൊണ്ടും വേണ്ടപ്പെട്ട ആളാവും. ദീർഘകാലം സുന്നി യുവജന സംഘത്തിന്റെ പ്രസിഡന്റും ദീർഘകാലം ജനറൽ സെക്രട്ടറിയുമായി പ്രവർത്തിച്ചിരുന്ന, അന്ന് മുന്നോട്ട് ഓരോ കാലടി വെക്കാനും അത്യാവശ്യമായ സാമ്പത്തിക രംഗത്ത് സമസ്തയെ താങ്ങും തണലുമായി നിന്നിരുന്ന ബി കുട്ടി സ്വരാജ് ദൗർഭാഗ്യവശാൽ നൂരിഷാ തരീഖത്തിന്റെ പ്രചാരകനായി മാറുകയും സമസ്ത കേരള ജമിയത്തുൽ ഉലമ അതിനെ സംബന്ധിച്ച് ആധികാരികമായി പഠനം നടത്തി അത് സുന്നത്ത് ജമാഅത്തിന്റെ ആദർശ നയങ്ങൾക്ക് യോജിക്കുന്നതല്ലെന്നും അദ്ദേഹത്തിന്റെ ത്വരീഖത്ത് ശരിയായ മുൻഗാമികളായ ഇമാമുകൾ പഠിപ്പിച്ച യഥാർത്ഥ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് ഉൾക്കൊള്ളുന്ന ത്വരീഖത്തല്ല എന്നും വഴിപിഴച്ച വഹദത്തുൽ വജൂദ് ഉൾക്കൊള്ളുന്ന തെറ്റായ വിശ്വാസാചാരങ്ങളുള്ള ത്വരീഖത്താണെന്നും അതുകൊണ്ട് സുന്നി മുസ്ലിങ്ങൾ അതുമായി വിട്ടുനിൽക്കണമെന്ന് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമ ആഹ്വാനം ചെയ്തപ്പോൾ
മഹാഭൂരിപക്ഷം ആളുകളും അതിൽ നിന്ന് വിട്ടുപോകുന്നെങ്കിലും SYSന്റെ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിലകൊണ്ടിരുന്ന ബി കുട്ടിയാസരാജി ആ സമസ്തയുടെ തീരുമാനം അംഗീകരിക്കാൻ തയ്യാറല്ലാതെ വന്നപ്പോൾ അദ്ദേഹത്തെ സ്വാഭാവികമായും അച്ചടക്ക നടപടി അദ്ദേഹത്തിനെതിരിൽ ആവശ്യമായി വന്നു. അങ്ങനെ സുന്നി യുവജന സംഘവും സമസ്ത കേരള ജമിയത്തുൽ ഉലമയുമായി ബന്ധപ്പെട്ട എല്ലാ സ്ഥാനങ്ങളിൽ നിന്നും ബി കുട്ടിയസനാജിയെ ഒഴിവാക്കപ്പെടുകയുണ്ടായി. ഒരു കാലത്ത് കേരളത്തിലെ മുടിചൂടാ മന്നനായിരുന്ന സുന്നി കേരളത്തിന്റെ ഹൃദയത്തിന്റെ തുടിപ്പായി പ്രവർത്തിക്കാൻ മാത്രം കഴിഞ്ഞ ബി കുട്ടിയസനാജി സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ആശയ ആദർശ നിലപാടുകളിൽ നിന്നിട്ടും വ്യതിചലിച്ച് വഴിപിഴച്ച വഹദത്തുൽ വുജൂദിന്റെ വിശ്വാസം ഉൾക്കൊള്ളുന്ന നൂരിഷാ ത്വരീഖത്തുകാരനായി മാറിയതോടുകൂടി ആരും തിരിഞ്ഞു നോക്കാനില്ലാത്ത ഒരവസ്ഥയിൽ, ഞാനത് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ബന്ധപ്പെട്ടവരുണ്ടാവും, അവരൊക്കെ നമ്മുടെ പ്രവർത്തകന്മാരാണ്, അവരെ വേദനിപ്പിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഏതായാലും ആരാലും ശ്രദ്ധിക്കപ്പെടാത്ത ഒരവസ്ഥയിൽ ഞങ്ങളെ കീശേരിയിൽ വെച്ച് അദ്ദേഹത്തിന്റെ 3ാം ഭാര്യയുടെ വീട്ടിലാണ് മരണപ്പെട്ടത്. ആരും തിരിഞ്ഞു നോക്കാനില്ലാത്തൊരവസ്ഥ. അവസാനം മാഹിക്കാരായ ആദ്യ ഭാര്യയിലുള്ള മക്കൾ വന്ന് മയ്യത്ത് കീശേരിയിൽ നിന്നിട്ട് മാഹിയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു ചെയ്തത്. ഇതിൽ നിന്ന് നമ്മളൊരു കാര്യം മനസ്സിലാക്കുക, ആര് എത്ര വലുതായാലും സുന്നത്ത് ജമാഅത്തിന് ഒരു ആശയ ആദർശ നയ നിലപാടുണ്ട്. അത് വിട്ട് കളിച്ചാൽ അത് കള്ളത്തരീക്കത്തായാലും വേണ്ടിയില്ല, ജാസ്തീയമായ ഭൗതിക മോഹമായാലും വേണ്ടിയില്ല, മറ്റെന്തായാലും സമസ്തയുടെ ആദർശ നയ നിലപാടുകൾക്ക് വിരുദ്ധമാണെങ്കിൽ അവരെ മാറ്റിവെക്കുക എന്നത് സമസ്തയെ സംബന്ധിച്ച് ഒരു കാലത്തും ഒരു വേജാറുണ്ടായിരുന്നില്ല. അതിലേക്ക് കടന്ന ഒരുപാട് പറയാനുണ്ട്, അതൊന്നും ഇപ്പൊ സമയമില്ലല്ലോ നമുക്ക്. അതായത് സമസ്തയുടെ സ്ഥാപക സെക്രട്ടറി ആയിരുന്ന ഹുസൈൻ സാഹിബ് ഖിലാഫത്തും കോൺഗ്രസും കൈകോർത്തുകൊണ്ട് മലബാറിൽ പ്രവർത്തനം ശക്തിപ്പെടുത്തപ്പോൾ അദ്ദേഹത്തിന് കോൺഗ്രസ് തലയിൽ കയറി. സമസ്തയുടെ SYSന്റെ അല്ല, സമസ്തയുടെ സ്ഥാപക സെക്രട്ടറി ആയിരുന്ന പാറൽ ഹുസൈൻ സാഹിബ് അദ്ദേഹം സ്വന്തം നാടാവുന്ന കോഴിക്കോട് നിന്ന് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് അവർകളോടുള്ള അമിതമായ സ്നേഹത്തിന്റെ പേരിൽ അദ്ദേഹത്തിന്റെ നാട്ടിൽ പോയി വീടും സ്വത്തും വാങ്ങി അവിടെ താമസമാക്കി ഒരു ഫുൾ ടൈം കോൺഗ്രസ് പ്രവർത്തകനായി മാറി. മാത്രമല്ല മൊയ്തു മൗലവി, അതുപോലെ തന്നെ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് തുടങ്ങിയ വഹാബിസം ബാധിച്ച കോൺഗ്രസുകാരുടെ കൂട്ടുകാരനായി മാറിയപ്പോൾ സമസ്തയുടെ നിലപാടുകളോട് യോജിച്ചു പോകാൻ പറ്റാതെ അദ്ദേഹം സമസ്തയെ വിമർശിച്ചുകൊണ്ട് ലേഖനം എഴുതിയപ്പോൾ അദ്ദേഹത്തിനെതിരിൽ ബഹുമാനപ്പെട്ട പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ നവറല്ലാഹു മർഖഹു തങ്ങളവർ സമസ്തയുടെ ഔദ്യോഗിക പത്രമായ അൽബയാനിലൂടെ മറുപടി എഴുതി. അവസാനം അയാൾ എന്തായത് എന്ന് ആർക്കും അറിയില്ല. അപ്പോ ഈ ആദർശം നയം നിലപാടുകളോട് യോജിച്ചു പോകുമൊക്കെ വലുതാവും. അവിടുന്ന് വിട്ടാൽ ആരാണെങ്കിലും അതിനെ വിമർശിക്കേണ്ടടുത്ത് വിമർശിക്കാനും എതിർക്കേണ്ടടുത്ത് എതിർക്കാനും മാറ്റി നിർത്തേണ്ടടുത്ത് മാറ്റി നിർത്താനും എന്നും സമസ്ത തയ്യാറായിട്ടുണ്ട്. അപ്പൊ ദീർഘകാലം പ്രസിഡന്റും പിന്നീട് ദീർഘകാലം ജനറൽ സെക്രട്ടറിയും എന്നല്ല, അന്നൊക്കെ ആളുകൾക്ക് പേടിയായി ബി കുട്ടിയസനാജി പോയാൽ സമസ്തന്റെ സാമ്പത്തിക നില എന്താവും. അള്ളല്ലേ ഇതൊക്കെ നടത്തുന്നത്. മഹാന്മാരായ ഉലമാക്കൾക്ക് അങ്ങനത്തെ വേജാറൊന്നുമില്ല. ഒരാൾ പോയാൽ പൈസ കിട്ടുമോ, വന്നാ പൈസ പോവുക, അതൊന്നും നോട്ടല്ല. ആദർശവും നയവും അനുസരിച്ചാണോ എങ്കിലൊക്കെ, ഇല്ലേ എങ്കിൽ കൂടുതൽ പറയുന്ന കാരണം എന്താ വെച്ചാൽ അദ്ദേഹത്തിന്റെ മക്കൾ ഉൾപ്പെടെ നമ്മുടെ സജീവ പ്രവർത്തകന്മാരാ. അതുകൊണ്ട് തന്നെ അധികം പറയുമ്പോൾ അവർക്കൊക്കെ അത് വേദന ഉണ്ടാവും. അള്ളാഹു തആല വീഴ്ചകൾ പുറത്തു കൊടുക്കുമാറാകട്ടെ എന്ന് നമ്മൾക്ക് പ്രാർത്ഥിക്കാം. തൊട്ടെ അങ്ങനെയാണ് മോയിൻ മോനാജി ജനറൽ സെക്രട്ടറിയും ബഷീർ ഉസ്താദ് പ്രസിഡന്റുമായി 65 വരുന്നത്. പിന്നെ 968 കേരളത്തിലെ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ മുഴുവനും കണ്ണിലുണ്ണിയായിരുന്ന മഹാനായ ആത്മീയ നേതാവ് PMSA പൂക്കോയത്തങ്ങൾ പാണക്കാട് നവറല്ലാഹു മർഖദഹു മഹാനവർകൾ സുന്നി യുവജന സംഘത്തിന്റെ പ്രസിഡന്റ് സ്ഥാനത്ത് വന്നു. മുസ്ലിം ലീഗുകാരുടെ പ്രസിഡന്റ് ആയതോടുകൂടി തന്നെ 100%
സുന്നി യോജന സംഘവും സമസ്തയെയും ഉൾക്കൊണ്ട മഹാനായിരുന്നു. പിന്നീട് PMSA പൂക്കോയ തങ്ങൾ അവർ സമസ്തയിലെ മുഷാവറ മെമ്പർ ആയിട്ടുണ്ട്. അന്ന് പക്ഷേ മുഷാവറ മെമ്പർ ആയിട്ടില്ല, സമസ്തയുടെ പ്രസിഡന്റ് ആയിട്ടില്ലെങ്കിൽ SYSന്റെ പ്രസിഡന്റായി പിന്നീട് സമസ്ത മുഷാവറ മെമ്പർ ആവുകയും ചെയ്തിട്ടുണ്ട്. ബഹുമാനപ്പെട്ടവർ 62 വലിയ മഹാനാണ്. എത്രയോ പറയാനുണ്ട്, ഒരുപാട് കറാമത്തിന്റെ ഉടമയാണ്. ഒരൊറ്റ സംഭവം പറയാൻ ബഹുമാനപ്പെട്ട കൂട്ടുമൽ ഉസ്താദ് പറയുന്നത് കേട്ടിട്ടുണ്ട്. മൗദൂദികൾ കുറെ പണക്കാരെ സ്വീകരിച്ച് പെരിന്തൽമണ്ണ പരിസരത്ത് ഒരു വിദ്യാഭ്യാസ സമുച്ചയം കെട്ടിപ്പടുക്കണം, അതിന് സുന്നികളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് കുറെ സ്വത്തുക്കൾ മുതലാളിമാരിൽ നിന്നിട്ട് എഴുതി വാങ്ങി പട്ടിക്കാടിനടുത്ത ചെമ്മാണിയോട്, ആ ഭാഗത്തുള്ളവർക്കറിയാം, ചെമ്മാണിയോട് എന്ന് പറയുന്ന സ്ഥലത്ത് ജമാഅത്തെ ഇസ്ലാമി ഒരു കോളേജ് സ്ഥാപിക്കാൻ തീരുമാനിക്കുകയും അതിനുവേണ്ടി തറ കീറലൊക്കെ നിർവഹിച്ച് തറക്കല്ലിടാൻ വേണ്ടി ബഹുമാനപ്പെട്ട PMSA പൂക്കോയ തങ്ങൾ അവർ വന്ന് ക്ഷണിച്ചു. 100% ശുദ്ധനും അള്ളാഹുവിന്റെ മഹാന്മാരായ ആത്മീയജ്ഞാനികളായ ഔലിയാക്കന്മാരിൽപ്പെട്ട മഹാനുമായ അദ്ദേഹം ഈ വക്രതയൊന്നും ചിന്തിച്ചില്ല. ഇത് മൗദൂദികളാണെന്നും അവര് ബിദഅത്തിന്റെ അഹ്ലികാരാണ്, അവരുടെ ബിദഅത്തിന് കുരു മുളപ്പിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന സ്ഥാപനാണെന്നും അറിയാതെ കുട്ടിയൊക്കെ ഇൽമ പഠിപ്പിക്കുന്ന ഒരു ദീനിയായ സ്ഥാപനാണെന്ന് പറഞ്ഞപ്പോ ഞാൻ വരാന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ പോയി ബഹുമാനപ്പെട്ട PMSA പൂക്കോയ തങ്ങൾ തങ്ങൾ അവർ ചെമ്മാണിയോട് മൗദൂദികളുടെ കോളേജിന് വേണ്ടി തറക്കല്ലിടൽ കർമ്മം നിർവഹിച്ചു. ഈ വിവരം ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ നേതാവായിരുന്ന മഹാനായ കോട്ടുമല T അബൂബക്കർ മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദഹു തങ്ങൾ അവർ അറിഞ്ഞപ്പോ, അവര് വ്യക്തിപരമായി വളരെ അടുപ്പമുണ്ട്, ബഹുമാനമുണ്ട്, എങ്കിലും സുന്നത്ത് ജമാഅത്തിന്റെ കാര്യം പറയുന്നതിൽ അവരൊന്നും ഒരാളെയും മുന്നിൽ ചൂളിയിരുന്നില്ല. ഉസ്താദ് നേരെ ചെന്നു, പാണക്കാട്ടേക്കാണ് ചെന്നു. വൈകുന്നേരമായിന് തറക്കല്ലിട്ട് കണ്ട് വരിക, വന്ന് കയറി ആ മേശയിലുണ്ട് ഇരുന്ന സമയത്ത് ബെരിനോടത്ത് വരട്ടെ എന്നുള്ള നിലക്ക് ബഹുമാനപ്പെട്ട കോട്ടുമൽ ഉസ്താദ് ചോദിച്ചു, അല്ല തങ്ങൾ പാപ്പ, ഇങ്ങളെ ഉപ്പാപ്പ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സാധാരണ മനുഷ്യനാണ് എന്നും ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജഡം ജീർണിച്ച് നാറിപ്പോവുമെന്നും പറയുന്ന മൗദൂദികൾക്ക് കോളേജ് തറക്കല്ലിടാൻ പോയതായിരുന്നോ? അപ്പൊ നോക്കണം, 100 കണക്കിന് ആള് തങ്ങളുടെ കൊലായിൽ നിറഞ്ഞു നിൽക്കുന്ന സമയത്താ അതിങ്ങോട്ട് കേട്ടപ്പോ ആദ്യം തന്നെ വെളുത്തു ചോന്ന മനുഷ്യനാണ് ബഹുമാനപ്പെട്ട PMSA പൂക്കോയ തങ്ങൾ. ആളെടേന്ന് ഈ ചോദ്യം, അതോ വല്ലാതെ കരളിന് കുത്തുന്ന ചോദ്യമാണ്. തങ്ങളുടെ ഉപ്പാപ്പ സാധാരണ മനുഷ്യരാണെന്നും ഇറച്ച് മണ്ണിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ചീഞ്ഞു പോകുമെന്നും പറയുന്ന മൗദൂദികൾക്ക് കോളേജ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തറക്കല്ലിടാനോ പോയിരുന്നത്? അപ്പൊ ഇതൊന്നും അറിയില്ല, തങ്ങൾ പാപ്പ ഇതൊന്നും അറിയാതെ പോയി. അങ്ങനെയാണോ ചോദിച്ചു. അങ്ങനെയാണ്, അത് നിങ്ങളെ കൊണ്ടുപോയി മൗദൂദികളാണ്. എന്നാ ആ കോളേജ് പൊന്തൂല, ആ സഭയെന്ന് പറഞ്ഞത് എന്നാ അത് പൊന്തൂല. മഹാനായ പാണക്കാട് തങ്ങളുടെ ജീവിക്കുന്ന കറാമത്താണ് ഇന്നും. കൊല്ലങ്ങൾ എത്ര കഴിഞ്ഞു, ഇന്നും അന്ന് തറ കീറി ബഹുമാനപ്പെട്ട പാണക്കാട്ട തങ്ങൾ പാപ്പ തറക്കല്ലിട്ട ആ തറന്റെ മുകളിൽ ഒരു കല്ലെടുത്തു വെക്കാൻ ജമാഅത്തെ ഇസ്ലാമിക്ക് കഴിഞ്ഞിട്ടില്ല. നോക്കണം, ഇന്നും കഴിഞ്ഞിട്ടില്ല. അവർക്ക് 24 മണിക്കൂർ വേണമെങ്കിൽ ഒരു കെട്ടിടം നിർമ്മിക്കാൻ സാമ്പത്തികമായി കഴിവുണ്ട്. കോട്ടുമൽ ഉസ്താദിന്റെ ഭാഷയെ പറഞ്ഞാല് ആ തറയെ കീറിയ ആ ചാലില് പിന്നെ കുട്ടികൾ തൂറലേ നീയർ, അല്ലാതെ വേറൊരു ആവശ്യത്തിന് ഉപയോഗിച്ചിട്ടില്ല. തങ്ങൾ പാപ്പാന്റെ ഒറ്റ വാക്ക്, എന്നാൽ അത് ഉയരൂല. അങ്ങനത്തെ കറാമത്തിന്റെ ഉടമയാണ് ബഹുമാനപ്പെട്ട PMSA പാണക്കാട് തങ്ങൾ അവർകൾ. മഹാനവർകളാണ് 968 മുതൽ പ്രസിഡന്റ്. അന്ന് ജനറൽ സെക്രട്ടറി ആയിട്ടുണ്ടായിരുന്നത് KP ഉസ്മാൻ സാഹിബ് അവർകളാണ്. KP ഉസ്മാൻ സാഹിബിനെ സംബന്ധിച്ച് ഒരുപാട് പറയാറുണ്ട്. അവരൊക്കെ വലിയ 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 ആളുകളാണ്. കണ്ണൂർ ജില്ലയിലെ അഞ്ചരക്കണ്ടി സ്വദേശിയായ വലിയ വിദ്യാഭ്യാസ വിചക്ഷണനും
സാത്വികനും സാമ്പത്തികമായ അത്യാവശ്യം കഴിവുള്ളവരുമായ ഒരു സാമൂഹ്യ പ്രവർത്തകൻ കൂടിയായിരുന്നു ഉസ്മാൻ സാഹിബ്. ഒരു പണ്ഡിതനല്ല, പക്ഷേ ആലിമീങ്ങളെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ബഹുഭാഷാ പണ്ഡിതൻ കൂടിയായിരുന്ന ഒരു മഹായോഗ്യനായിരുന്നു KP ഉസ്മാൻ സാഹിബ്. അദ്ദേഹം വിദ്യാഭ്യാസ ബോർഡിന്റെ സെക്രട്ടറിയായി ദീർഘകാലം സേവനം ചെയ്ത വ്യക്തിയും കൂടിയാണ്. അങ്ങനെ PMSA പൂക്കോയ തങ്ങൾ പാപ്പ പ്രസിഡന്റും KP ഉസ്മാൻ സാഹിബ് അഞ്ചരക്കണ്ടി അവർ ജനറൽ സെക്രട്ടറിയുമായി. പിന്നീട് ബഹുമാനപ്പെട്ട തങ്ങൾ അവർ വഫാത്തായതിനു ശേഷം 1975 മഹാനായ ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദഹു വലിയ മഹാനാണെന്ന് പറഞ്ഞാൽ ബഹുമാനപ്പെട്ട കുണ്ടൂർ ഉസ്താദ് മുതൽക്ക് വടകര വമ്പതാജി തങ്ങൾ വരെ തുടങ്ങി കേരളത്തിൽ അറിയപ്പെട്ട വലിയ വലിയ സൂഫി വര്യന്മാരായ മഹത്തുക്കളുടെയൊക്കെ ഗുരുവും ഷെയ്ഖുമായ വലിയ മഹാനാണ്, വലിയ ആത്മജ്ഞാനിയായ വലിയ സൂഫി വര്യൻ. അതോടുകൂടി എല്ലാ രംഗത്തും അറിയപ്പെട്ടുന്ന സജീവ പ്രവർത്തനം സമസ്ത കേരള ജമിയത്തുൽ ഉലമയിലുണ്ട്. അതിന്റെ പുറമെ കോളേജ് കമ്മിറ്റിയുടെ പ്രസിഡന്റായിരുന്നു, പട്ടിക്കാട് കോളേജ് കമ്മിറ്റിയുടെ പ്രസിഡന്റായിരുന്നു. അക്കാലത്ത് മുസ്ലിം ലീഗിന്റെ സമ്മേളനത്തിൽ വരെ പങ്കെടുക്കുകയും ചെയ്തിരുന്ന എല്ലാ രംഗത്തും എന്ന് പറഞ്ഞാൽ സൂഫിയായിട്ട് ഇങ്ങനെ പള്ളിക്കൽ ഒതുങ്ങിക്കൂടൽ മാത്രമല്ല, ഒരു ഭാഗത്ത് സൂഫി വര്യനായതോടു കൂടി തന്നെ സാമൂഹ്യ പ്രവർത്തകനും സാംസ്കാരിക രംഗത്ത് അറിയപ്പെടുന്നവരും മുസ്ലിങ്ങളുടെ പൊതു നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചിരുന്നവരായ വലിയൊരു മഹാനാണ് ബഹുമാനപ്പെട്ട ബാപ്പു മുസ്ലിയാർ മഹാനവറുകൾ. അന്നും ബഹുമാനപ്പെട്ട ഉസ്മാൻ സാഹിബ് അവറുകൾ തന്നെയായിരുന്നു പ്രസിഡന്റ്. പക്ഷേ ആരോഗ്യപരമായ കാരണങ്ങളാൽ ബഹുമാനപ്പെട്ട ഉസ്മാൻ സാഹിബിന് സെക്രട്ടറി സ്ഥാനത്ത് തുടരാൻ പ്രയാസമായപ്പോൾ അന്ന് കമ്മിറ്റിയിലുണ്ടായിരുന്ന സാധാരണ എക്സിക്യൂട്ടീവ് മെമ്പറായിരുന്ന ബഹുമാനപ്പെട്ട ഷെയ്ഖുന AP അബൂബക്കർ മുസ്ലിയാർ തവ്വലല്ലാഹു അംറഹു ഫി ആഫിയ, അല്ലാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ് കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാനായ AP ഉസ്താദിനെ ആക്ടിംഗ് സെക്രട്ടറിയായി തെരഞ്ഞെടുക്കുകയും അടുത്ത കൗൺസിലിൽ തന്നെ മഹാനായ AP ഉസ്താദ് 1976 മഹാനവറുകൾ ജനറൽ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു. ബാപ്പു ഉസ്താദ് 1976 വഫാത്തായ ആ സ്ഥാനത്തേക്ക് പിന്നീട് തെരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റാണ് ബഹുമാനപ്പെട്ട EK ഹസൻ മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദഹു. ബഹുമാനപ്പെട്ട ഷെയ്ഖുന AP ഉസ്താദ് ജനറൽ സെക്രട്ടറി ആയി ഇതിന് ശേഷം മാസങ്ങൾക്ക് ശേഷം ബഹുമാനപ്പെട്ട ബാപ്പു ഉസ്താദിന്റെ വഫാത്തിന് ശേഷമാണ് മഹാനായ EK ഹസൻ മുസ്ലിയാർ പ്രസിഡന്റും മഹാനായ ഷെയ്ഖുന AP ഉസ്താദ് ജനറൽ സെക്രട്ടറിയുമായി വരുന്നത്. അതോടുകൂടി സുന്നി യുവജന സംഘത്തിന് ഒരു പുതിയ മുഖം കൈവരുകയും യഥാർത്ഥത്തിൽ സുന്നി യുവജന സംഘം കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്ന സുന്നത്ത് ജമാഅത്തിൽ അഥവാ സമസ്ത കേരള ജമിയത്തുൽ ഉലമ വിഭാവനം ചെയ്യുന്ന യഥാർത്ഥ ദഅവത്ത് അഥവാ സുന്നത്ത് ജമാഅത്ത് സമസ്തയുടെ ആശയ നയ ആദർശങ്ങൾ ബഹുജനങ്ങളിൽ പ്രചരിപ്പിച്ച് പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരിക എന്ന് പറയുന്ന മഹത്തായ ദൗത്യം അക്ഷരാർത്ഥത്തിൽ വിജയകരമായി കണ്ടത് ഈ കൂട്ടുകെട്ടിലാണ്. മഹാനായ EK ഹസൻ മുസ്ലിയാരും ബഹുമാനപ്പെട്ട ഷെയ്ഖുന AP ഉസ്താദും. ബഹുമാനപ്പെട്ട EK ഹസൻ മുസ്ലിയാരെ സംബന്ധിച്ച് പറഞ്ഞാൽ തീർക്കാൻ കഴിയില്ല. കുറഞ്ഞ കാലം ജീവിച്ച് സുന്നത്ത് ജമാഅത്തിന്റെ രംഗത്ത് ഒരു കൊടുങ്കാറ്റ് തന്നെ സൃഷ്ടിച്ച് എല്ലാത്തരം സുന്നി വിരുദ്ധരുടെയും പേടി സ്വപ്നമായിരുന്ന EK എന്ന് പേര് കേട്ടാൽ വഹാബികളുടെ ഉറക്കം നഷ്ടപ്പെടുമായിരുന്നു. എവിടെയും എങ്ങനെയും സുന്നത്ത് ജമാഅത്തിന് വേണ്ടി ത്യാഗം ചെയ്ത് ഇന്നത്തെ യാതൊരു സൗകര്യവുമില്ല, ഒരു തരത്തിലുള്ള ആഡംബരവും
ഇഷ്ടപ്പെടുന്ന ആളുമായിരുന്നില്ല. ബസ്സിന് കയറി വന്ന് പറയൽ തന്നെ, എടോ വഹാബിന്റെ ശല്യമുള്ളടത്ത് നിങ്ങൾ 6 പൈസ കൊടുത്ത് ഒരു കാർഡ്, പോസ്റ്റ് കാർഡ് അയച്ചാൽ മതി. അന്ന് 6 പൈസയാണ്, അത് മനസ്സിലാക്കണം. 6 പൈസ എന്ന് പറഞ്ഞാൽ ഒരാണ. 6 പൈസ കൊടുത്ത് ഒരു പോസ്റ്റ് കാർഡ് എഴുതിയിട്ട് ഇന്ന നാട്ടിൽ ഇങ്ങനെ വഹാബികളുടെ ശല്യമുള്ളത് കൊണ്ട് അവിടെ വന്ന് വയത് പറയണം എന്ന് പറഞ്ഞിട്ട് ബസ് ഇറങ്ങേണ്ട സ്ഥലവും ആ നാട്ടിന്റെ പേരും നിങ്ങൾ ആ കത്തിൽ എഴുതിയാൽ മതി. ഇല്ലെങ്കിൽ എഴുതണമെങ്കിൽ അന്ന് 12 പൈസ വേണം. നിങ്ങൾ 12 പൈസ ചെലവാക്കേണ്ട, 6 പൈസ ചെലവാക്കിയിട്ട് പോസ്റ്റ് കാർഡിൽ അയച്ചാൽ അസം വരും എന്ന് പറയും. ആ നിലക്ക് എന്ത് വെല്ലുവിളിയും ഭീഷണിയും ഉണ്ടെങ്കിലും അതൊക്കെ സുന്നത്ത് ജമാഅത്തിന് വേണ്ടി തള്ളി മാറ്റി മുന്നോട്ട് വരുന്ന എത്രയെത്ര ഭീഷണികൾ. ഇന്നത്തെ സൗകര്യമൊന്നും നമുക്ക് അന്ന് വന്നിട്ടില്ല, മനസ്സിലായേ? ആ ഓപ്പൺ കാർഡ് അതിന് 6 പൈസയുള്ളൂ എന്ന്. അതേ സമയത്ത് അന്ന് ഒട്ടിച്ച കവറിന് 12 പൈസ ആണ്. അപ്പൊ 2 കാർഡ് വാങ്ങാനോ അത്രയും ചെലവ് ചുരുക്കിക്കൊണ്ടായിരുന്നു മഹാനവറുകളുടെ. അങ്ങനെ പുള്ളിപ്പാടം എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, അറിയായിരിക്കും. കാരക്കുന്നിനടുത്ത്, മലപ്പുറത്തിന്റെ മഞ്ചേരിയിൽ നിന്നിട്ട് കാരക്കുന്നിനടുത്തുള്ള ഒരു പ്രദേശമാണ് പുള്ളിപ്പാടം. ഒരു ഉൾപ്രദേശമാണ്. അവിടെ വഹാബി ശല്യം വല്ലാതെ ഉണ്ടായിരുന്നു. അങ്ങനെ അവർ അസമൂല്യാർ വരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അസമൂല്യാരുടെ കാല് പുള്ളിപ്പാടത്ത് കുത്താൻ ഞങ്ങൾ അനുവദിക്കില്ല എന്ന് പറഞ്ഞിട്ട് കുറെ പലിശക്കാരുണ്ട് അവിടെ, മലയാളിമാര്, പോക്കിരിമാര്. അസമൂല്യാര് പറഞ്ഞ് അസന്റെ തടിമര് ജീവനുണ്ടെങ്കിൽ പുള്ളിപ്പാടത്ത് വരും ചെയ്യും, വലുത് പറയും ചെയ്യും എന്ന് പറഞ്ഞ് സംഘാടകർക്ക് വരെ പേടിയാണ് എന്താ നടക്കുക എന്ന്. അങ്ങനെ മഹാനായ അസമൂല്യാര് ബസ്സിൽ വന്നിറങ്ങി ഉൾപ്രദേശത്തേക്ക് ഒറ്റക്ക് നടന്നു എന്ന് ഭാരതിന്റെ സ്റ്റേജ് കയറിയിട്ട് ദ്വാ കഴിഞ്ഞ് എഴുന്നേറ്റ് ഇരുന്നിട്ട് പറഞ്ഞു, എടാ അസം പുള്ളിപ്പാടത്ത് വരൂലാന്നോ ഇവിടെ കാല് കുത്താൻ അയക്കൂലെന്നൊക്കെ ചില പ്രമാണിമാര് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളെ വീട്ടിൽ പറഞ്ഞാ മതി. അള്ളാന്റെ ദീനിന്റെ സന്ദേശം പറയാൻ അസന്റെ തടിമര് ജീവനുണ്ടെങ്കിൽ എവിടെയും വരും. നിങ്ങളുടെ ശരീരത്തിലൊക്കെ ഒരു ജീവനാണെങ്കിൽ അസന്റെ ശരീരത്തിലും ഒരു ജീവനാണ്. എങ്ങനെ നേരിടാം? നിങ്ങൾക്ക് ഞാൻ എന്റെ വാദത്തെ ഗണ്ണിക്കാൻ കഴിയുമെങ്കിൽ അതിന് വന്നോളി, അല്ലെങ്കിൽ എന്നെ അടിച്ചമർത്താൻ കഴിയുന്നവരുണ്ടെങ്കിൽ വന്നോളി എന്ന് പറഞ്ഞിട്ട് പരസ്യമായി സ്റ്റേജിൽ വെല്ലുവിളിച്ചുകൊണ്ട് പ്രസംഗിച്ചു. അങ്ങനെ ദീനിന് വേണ്ടിയിട്ട് ജീവിച്ച, എവിടെയും വഹാബി മൗദൂദി തുടങ്ങിയ ഫിത്നകളുണ്ടെന്ന് കേട്ടാൽ അവിടെ ഓടിയെത്തുന്ന മഹാനായ ഹസൻ മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദഹു സമീപകാലത്ത് കേരളത്തിലുണ്ടായ സുന്നി ആവേശത്തിന്റെ അലയൊലികളുടെ ആധാരം യഥാർത്ഥത്തിൽ ബഹുമാനപ്പെട്ട ഇ.കെ. ഹസൻ മുസ്ലിയാർ തേര് തെളിയിച്ച ആവേശമായിരുന്നു. അന്ന് മഹാനവറുകളുടെ വലങ്കയ്യായി അക്ഷരാർത്ഥത്തിൽ പ്രവർത്തിച്ചത് ബഹുമാനപ്പെട്ട എ.പി. ഉസ്താദും ഇവർക്ക് ആശയവും പിന്തുണയും കൊടുത്തുകൊണ്ട് മഹാനായ ഷെയ്ഖ് ഷംസുൽ ഉലമയുമായിരുന്നു. ഷംസുൽ ഉലമയുടെ 100% പിന്തുണ ഈ രണ്ടാളുകൾക്ക്. എ.പിയും ഇ.കെയും എന്ന് പറഞ്ഞ അസമൂല്യാരും അവര് മുന്നിൽ നിന്ന് പ്രവർത്തിക്കുന്നു, പിന്നിൽ എല്ലാവിധ പിന്തുണയും മഹാനായ ഷംസുൽ ഉലമ നൽകുന്നു. അതൊരു മുന്നേറ്റം തന്നെയായിരുന്നു. അങ്ങനെ കേരള ചരിത്രത്തിലെ ഒരു പുതിയ അധ്യായം തുന്നിച്ചേർത്തുകൊണ്ട് 978 കോഴിക്കോട് വെച്ച് നടന്ന സുന്നി യുവജന സംഘത്തിന്റെ സ്റ്റേറ്റ് മഹാസമ്മേളനം കേരള ചരിത്രത്തിന് തന്നെ മാറ്റി എഴുതിയ ഒരു സമ്മേളനമാണെന്ന് പറയാൻ പറ്റും. ആ ചരിത്രത്തിന് മുമ്പൊരിക്കൽ സൂചിപ്പിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ബഹുമാനപ്പെട്ട ഷെയ്ഖുന എ.പി. ഉസ്താദ് അന്ന് നല്ല ആകുന്ന യൗവനത്തിന്റെ സമയമാണ്. സുന്ദരമായ സംസാരം, വശ്യമായ പെരുമാറ്റം, ഒറ്റ നോട്ടത്തിൽ ആരെയും ആകർഷിക്കുന്ന വ്യക്തിത്വം. ഒരു ദിവസം ഇന്നത്തേക്കുള്ള സൗകര്യമൊന്നുമില്ല, എന്നിട്ട് ജീപ്പിൽ കയറിയിട്ട് 25 പ്രചരണ യോഗങ്ങളിൽ പ്രസംഗിച്ച ആളാണ് ബഹുമാനപ്പെട്ട എ.പി. ഉസ്താദ്. ഇപ്പൊ ഈ വയസ്സുകാലത്തും 4 സമ്മേളനത്തിലും 5 സമ്മേളനത്തിലും ഒക്കെ എപ്പോഴും പ്രസംഗിക്കുന്നുണ്ടല്ലോ. അന്ന് 78 മഹത്തായ സംസ്ഥാന സമ്മേളനത്തിന്റെ പ്രചരണാർത്ഥം ഒറ്റ ദിവസം 25 പൊതുസമ്മേളനങ്ങളിൽ, സ്വീകരണ സമ്മേളനങ്ങളിൽ പ്രസംഗിച്ച് ചരിത്രത്തിന് റെക്കോർഡിട്ട മഹാനാണ്
ബഹുമാനപ്പെട്ട AP ഉസ്താദ്. അങ്ങനെ കേരളത്തെ ഇളക്കി മറിച്ചുകൊണ്ട് SYS എന്താണ് എന്ന് ജനങ്ങളിലേക്ക്, അപ്പൊ അതിൻ്റെ ഇടയിൽ ശക്തമായ ഒരുപാട് പിന്നിൽ നിന്നുള്ള തള്ളിച്ചുകളും പിടിവലികളും ഉണ്ട്. അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോഴേ ഇതിന്റെ ഗൗരവം മനസ്സിലാവുള്ളൂ. അതായത് ഒരു ഭാഗത്ത് കോൺഗ്രസിന് മുസ്ലിങ്ങളിൽ സ്വാധീനം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ശക്തമായ പ്രവർത്തനം, മറുഭാഗത്ത് മുസ്ലിങ്ങളിലൂടെ ലീഗിന്റെ കുത്തക നഷ്ടപ്പെടുമോ എന്നുള്ള ഭീഷണി. ഇതുകൊണ്ട് തന്നെ ശക്തമായി ഈ രണ്ട് ഭാഗത്തിന്റെയും കോൺഗ്രസ് അനുഭാവികൾ കമ്മിറ്റിയിൽ വന്നാൽ ലീഗ് അതിനെ എതിർക്കും, ലീഗ് അനുഭാവികൾ കമ്മിറ്റിയിൽ വന്നാൽ കോൺഗ്രസ് അതിനെ എതിർക്കും. ഇതിന്റെ ഇടയിൽ വേണം എന്താക്കാൻ, ഒരു യൂണിറ്റ് സ്ഥാപിക്കാൻ. അങ്ങനെ എല്ലാ പ്രതിബന്ധങ്ങളെയും പ്രയാസങ്ങളെയും ഒക്കെ അള്ളാഹുവിൽ തവക്കുലാക്കി ഇഖ്ലാസോടുകൂടി പ്രവർത്തിച്ച് മുന്നേറി. അങ്ങനെയാണ് ഐതിഹാസികമായ ആ സമ്മേളനം കോഴിക്കോട് വെച്ച് ചേരുന്നത്. അന്നത്തെ മുഖ്യാതിഥി ബഹുമാനപ്പെട്ട മക്ക ഷരീഫിലെ മുഫ്തിയും മുദരിസുമായിരുന്ന സയ്യിദ് മുഹമ്മദ് ബിൻ അലവി അൽ മാലിക്കി റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവറുകളായിരുന്നു. ആ സമ്മേളനത്തിൽ വെച്ചാണ് 1 കോടി രൂപ സ്വരൂപിച്ച് ഒരു വിദ്യാഭ്യാസ സമുച്ചയം ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ കീഴിൽ കോഴിക്കോട് ജില്ലയിൽ സ്ഥാപിക്കണം എന്ന് തീരുമാനിക്കുകയും അത് പത്രദ്വാര ജനങ്ങളെ അറിയിക്കുകയും ചെയ്തത്. അത് മുമ്പൊരിക്കൽ പറഞ്ഞിട്ടുണ്ട്, സമയമില്ല. ഇവിടെ തുടങ്ങുമ്പോഴേ നമ്മള് പറയണ ഇപ്പൊ ഒരു കാര്യം നടത്താനൊന്നുമല്ല. സമ്മേളനം തുടങ്ങാനായിരുന്നെങ്കിൽ അത് ശ്രദ്ധിക്കണം. സമ്മേളനം തുടങ്ങുകയാണെങ്കിൽ ഞാൻ നിർത്തട്ടോ, ബാക്കി നമുക്ക് പിന്നെ എപ്പോഴെങ്കിലും സൗകര്യം പോലെ പറയാം. അവിടെ മറ്റേ നമ്മളെ ഷമീമിന്റെ കാമ് കാണുന്നുണ്ട്. പരിപാടി തുടങ്ങുമ്പോ ഷമീം കൈ ഉയർത്തണം, അല്ല ഇനി വേറെ ആരാണെങ്കിലും ആണ് കൊടുക്കുന്നതെങ്കിൽ കൊടുക്കുന്ന അവിടെ ലൈവ് കൊടുക്കുന്ന ആളുകൾ കൈ ഉയർത്തണം. ഞാൻ അപ്പം പെട്ടെന്ന് നിർത്തും, ബാക്കിയുള്ള ഇൻഷാ അല്ലാഹ് നമുക്ക് ഒഴിവ് പോലെ മറ്റൊരു സമയത്ത് പറയാം. അങ്ങനെ 1 കോടി രൂപ സ്വരൂപിച്ചിട്ട് ഒരു വിദ്യാഭ്യാസ സമുച്ചയം തുടങ്ങാൻ ഉദ്ദേശിക്കുന്നു എന്ന പത്രവാർത്ത കണ്ടപ്പോ നമ്മളെ നാട്ടിലൊക്കെ ഉള്ള കാക്കാമാര് പൊള്ളു പറയുന്നതിന് തർക്കമൊന്നുമില്ല. പക്ഷെ പൊള്ളു അറിയാണെങ്കിലും ഒരു കോലുള്ള പൊള്ളൊക്കെ പറയണ്ടേ. 1 കോടി എന്നൊക്കെ പറഞ്ഞാൽ ഈ ദുന്യാവൊന്നും നാളെ പരലോകത്തൊന്നും കൂടി ഒപ്പിച്ചാ വെക്കുവോ? 1000 ഉറുപ്പ്യ ഒപ്പിച്ചാൻ തന്നെ കഴിയാത്ത കാലത്ത് 1 ലക്ഷം എന്നൊക്കെ പറയുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കിയിനി. ഈ 1 കോടി പിരിച്ചിട്ട് സ്ഥാപനം ഉണ്ടാക്കുക എന്ന് പറഞ്ഞ് മനസ്സിലാണ്ടേ. പൊള്ളു പറയുകയാണെങ്കിൽ ഒരു കോലം വേണ്ടേ എന്നൊക്കെ പീഡികക്കോലായിരുന്ന് സംസാരിച്ച മുസ്ലിം ഇന്ത്യയുടെ അല്ല ലോകത്തുള്ള സുന്നത്ത് ജമാഅത്തിന്റെ സാംസ്കാരിക കേന്ദ്രമായി വളർന്നു കഴിഞ്ഞ മഹത്തായ സുന്നി മർക്കസ് സ്ഥാപിക്കുന്നതിനെ സംബന്ധിച്ച് തീരുമാനമെടുത്ത് പ്രഖ്യാപനം നടത്തിയത് 978 ബഹുമാനപ്പെട്ട EK അബൂ ഹസൻ മുസ്ലിയാരും ബഹുമാനപ്പെട്ട ശൈഖുന AP ഉസ്താദും പ്രസിഡന്റും സെക്രട്ടറിയായി കൊണ്ട് മുന്നോട്ട് നീങ്ങുന്ന SYSന്റെ പ്രയാണത്തിലെ ഒരു പ്രധാന നായികക്കല്ലായിരുന്നു. അവിടെ ഞാൻ ചുരുക്കുകയാണ്, സമയം നമുക്കിവിടെ പരിപാടി തുടങ്ങാൻ പോവുകയാണ്. അപ്പൊ പിന്നെ ഞാനിവിടെ എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് ഉത്തരിക്കാൻ പറ്റുന്ന സമയമല്ലല്ലോ. പിന്നീട് 1982 മഹാനായ ശൈഖുന EK ഹസൻ മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദഹു അല്ലാഹു തആല മഹാനവറുകളുടെ ദർജ ഉയർത്തി കൊടുക്കുമാറാകട്ടെ. അവരുടെയൊക്കെ ബറക്കത്ത് കൊണ്ട് സുന്നത്ത് ജമാഅത്തിന്റെ ഖാദിമുകളായി ജീവിച്ചു മരിക്കാൻ അല്ലാഹു തആല നമുക്ക് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ഹസൻ മുസ്ലിയാരുടെ വേർപാടിന് ശേഷം ദീർഘകാലം സമസ്തയുടെയും ഇസ്ലാമിക വിദ്യാഭ്യാസ ബോർഡിന്റെയും തലപ്പത്ത് പ്രവർത്തിച്ച മഹായോഗ്യവര്യനും ഇന്ന് അള്ളാഹുവിന്റെ മഹത്തായ തൗഫീഖ് കൊണ്ട് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ അജയ്യനായ പ്രസിഡന്റുമായ ബഹുമാനപ്പെട്ട
എം.എ. അബ്ദുൽ ഖാദർ മുസ്ലിയാർ, കൈക്കോട്ട് കടവ്, തൃക്കരിപ്പൂർ. മഹാനവർകൾ 982 പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു. അന്നും മഹാനായ ശൈഖുന എ പി ഉസ്താദ് ജനറൽ സെക്രട്ടറി തന്നെയായിരുന്നു. ആ പ്രയാണം അതിശീഘ്രം മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ ബഹുമാനപ്പെട്ട എ പി ഉസ്താദ് ചെറിയൊരു മാറ്റം, ദീർഘകാലം ഒരു പോസ്റ്റ് തന്നെ നിന്ന് വന്നപ്പോ ചെറിയൊരു മാറ്റം ആവശ്യമാണ്. കാരണം സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ജനറൽ സെക്രട്ടറി, അഖിലേന്ത്യാ സുന്നി ജമിയത്തുൽ ഉലമയുടെ ജനറൽ സെക്രട്ടറി തുടങ്ങി ഒരുപാട് കൃത്യാന്തര ബാഹുല്യങ്ങൾക്കിടയിൽ ചെറിയൊരു ഇടവേള അല്ലെങ്കിൽ ഒരു ഒഴിവ് വേണമെന്ന് ആഗ്രഹിച്ചതിന്റെ പേരിൽ മഹാനായ എ പി ഉസ്താദ് സുന്നി യുവജന സംഘത്തിന്റെ പ്രസിഡന്റായി മാറി. ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് ബഹുമാനപ്പെട്ട കെ പി ഹംസ മുസ്ലിയാർ പട്ടുവം മഹാനവർകളെ തെരഞ്ഞെടുക്കണം. അത് ഞാൻ മനഃപൂർവ്വം തന്നെ പറഞ്ഞ കേട്ടോ പട്ടുവെന്ന്. കാരണം ആളുകളെല്ലാവരും പറയാ ഹംസ മുസ്ലിയാർ ചിത്താരി എന്നാ. ഹംസ മുസ്ലിയാർ ചിത്താരിക്കാരനല്ല. ഏതുപോലെ ടി അബൂബക്കർ മുസ്ലിയാർ കോട്ടുമല എന്ന് പറയും പോലെ, കോട്ടുമല ഉസ്താദ് ഉണ്ടല്ലോ, കോട്ടുമല ഉസ്താദ് ടി അബൂബക്കർ മുസ്ലിയാർ കോട്ടുമലയല്ല, കാളമ്പാടിയാ. മലപ്പുറത്ത് കാളമ്പാടി എന്ന് പറയുന്ന കുന്നുമെന്ന് MSP ക്യാമ്പ് കഴിഞ്ഞിട്ട് പെരിന്തൽമണ്ണക്ക് പോകുന്ന റോട്ടിൽ കുറച്ച് 1 കിലോമീറ്ററോട് പോയാൽ വലതുവശത്തേക്ക് ചെറിയ റോഡ് കാണാൻ, അതിന്റെ ഉള്ളിലൂടെ പോയാലുള്ള സ്ഥലമാണ് കാളമ്പാടി. ഈ കാളമ്പാടിക്കാരനാണ് ബഹുമാനപ്പെട്ട കോട്ടുമല ഉസ്താദ്. എന്നാൽ വേങ്ങരക്കടുത്ത കോട്ടുമലയിൽ ദർസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അക്കാലത്ത് മലപ്പുറത്ത് ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രചരണങ്ങളും പ്രസംഗങ്ങളും നടന്നപ്പോ തുടർച്ചയായി 40 ദിവസം മലപ്പുറത്തെ മാട്ടുമ്മൽ ജമാഅത്തെ ഇസ്ലാമിക്ക് ഖണ്ഡന പ്രസംഗം നടത്തി കേരളത്തിൽ പ്രസിദ്ധനായി തീർന്നത് ബഹുമാനപ്പെട്ട ടി അബൂബക്കർ മുസ്ലിയാർ അന്ന് കോട്ടുമല മുദരിസായിരുന്നു. അങ്ങനെയാണ് ടി അബൂബക്കർ മുസ്ലിയാർ കോട്ടുമല എന്ന് പറയാൻ കാരണം. ഈ ജമാഅത്ത് ഖണ്ഡനത്തിലൂടെ പ്രസിദ്ധനായി തീർന്ന മഹാനായ ഉസ്താദ് അന്ന് ദർശനത്തിന്റെ സ്ഥലത്തിന്റെ പേരിൽ കോട്ടുമല എന്നറിയപ്പെട്ട, അല്ലാതെ കാളമ്പാടിക്കാരനാണ് കോട്ടുമല ഉസ്താദ് എന്നതുപോലെ മഹാനായ ഹംസ മുസ്ലിയാർ ദീർഘകാലം ചിത്താരിയിൽ ദർസ് നടത്തി സമസ്ത കേരള ജമിയത്തുൽ ഉലമയിലും സമസ്ത കേരള സുന്നി യുവജന സംഘത്തിലും സജീവമായി പ്രവർത്തിച്ച് അറിയപ്പെട്ടപ്പോൾ ചിത്താരി മുദരിസ് എന്ന പേരിൽ ബഹുമാനപ്പെട്ടവർ അറിയപ്പെട്ടതാ. ശരിക്ക് കെ പി അബൂബക്കർ മുസ്ലിയാർ പട്ടുവവും ഹംസ മുസ്ലിയാർ പട്ടുവവും രണ്ടാളും പട്ടുവത്തുകാരാ. പക്ഷെ ഹംസ മുസ്ലിയാർ പട്ടുവക്കാരാണെന്നുള്ളത് പലർക്കും അറിയില്ല. അവിടെയുള്ള ആലൂരിനൊക്കെ അറിയായിരിക്കും. അല്ലാത്തവരൊക്കെ ഹംസ ഉസ്താദ് ഇവിടെ ചിത്താരിക്കാരനാണെന്നാ ധരിക്കുക. അങ്ങനെയല്ല, ചിത്താരി മുദരിസായിരുന്ന സമയത്താണ് മഹാനവർകൾ കേരളത്തിൽ അറിയപ്പെടുന്നത്. അങ്ങനെ ചിത്താരി എന്നറിയപ്പെട്ടതാണ് പട്ടുവത്തുകാരൻ. അങ്ങനെ ബഹുമാനപ്പെട്ട കെ പി ഹംസ മുസ്ലിയാർ പട്ടുവം ജനറൽ സെക്രട്ടറിയും AP നമ്മുടെ ബഹുമാനപ്പെട്ട ഖമറുൽ ഉലമ എ പി ഉസ്താദ് പ്രസിഡന്റുമായി. ഇനി ഞാൻ ചുരുക്കുകയാണ്, സമയം ഇല്ലല്ലോ, ഇനി മറ്റൊരു സമയത്ത് സമയം ഉണ്ടെങ്കിൽ പറയാ. അവിടുന്ന് പിന്നീട് കുറച്ചു കഴിഞ്ഞപ്പോ ബഹുമാനപ്പെട്ട പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ സെക്രട്ടറിയും ബഹുമാനപ്പെട്ട AP ഉസ്താദ് പിന്നെയും കുറച്ചു കാലം കൂടി പ്രസിഡന്റായി തുടർന്നു. അനന്തരം പിന്നെ ബഹുമാനപ്പെട്ട പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ പ്രസിഡന്റും ബഹുമാനപ്പെട്ട C മുഹമ്മദ് ഫൈലി ജനറൽ സെക്രട്ടറിയുമായി സംഘടിപ്പിച്ചു. പക്ഷേ അധികകാലം ബഹുമാനപ്പെട്ട C ഫൈസിക്ക് SYSന്റെ ജനറൽ സെക്രട്ടറിയായി തുടരാൻ സാധിച്ചില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ബഹുമാനപ്പെട്ട മർക്കസു സഖാഫത്ത് സുന്നിയുടെ ജനറൽ മാനേജർ എന്ന് പറഞ്ഞാൽ ഒരു മുഖ്യമന്ത്രിയുടെ ഡ്യൂട്ടിയാണ്. അത്ര അതുണ്ട്. ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളുമായി ബന്ധപ്പെടുകയും 100 അല്ല 1000 തരത്തിലുള്ള പ്രവർത്തനങ്ങൾ 24 മണിക്കൂറും തലയിൽ നിന്നിട്ട് ഒഴിയാത്ത ബാധ്യതയും
അതിന്റെ ഇടയ്ക്ക് പിന്നെ SYSന്റെ ജനറൽ സെക്രട്ടറി കൂടിയായി പോകുമ്പോൾ SYSൽ സജീവമായാൽ മർക്കസിൽ ക്ഷീണം വരുമെന്നും മർക്കസിൽ സജീവമായാൽ SYSന്റെ പ്രവർത്തനത്തിൽ ക്ഷീണം വരുമെന്നും ഉള്ളതുകൊണ്ട് അടുത്ത ടേമിൽ മഹാനായ സി മുഹമ്മദ് ഫൈസി ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറി നിന്ന് ബഹുമാനപ്പെട്ട പേരോട് അബ്ദുറഹ്മാൻ സഖാഫി തവ്വലല്ലാഹു അംറഹു ഫി ആഫിയ, അല്ലാഹു സുബ്ഹാനഹു വ തആല ആഫിയത്തുള്ള ദീർഘായുസ് കൊടുത്ത് സുന്നത്ത് ജമാഅത്തിന്റെ ഖിദ്മത്തിന് ഒരുപാട് കാലം തൗഫീഖ് നൽകുമാറാകട്ടെ. അങ്ങനെ ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ് ജനറൽ സെക്രട്ടറിയും മഹാനായ പണ്ഡിത നേതാക്കളിൽ എടുത്തു പറയേണ്ടതായ പൊന്മള ഉസ്താദിനെ പറ്റിയൊക്കെ നീണ്ടി AP ഉസ്താദിനെ പറ്റി പറയും പോലെ തന്നെ നമ്മളൊക്കെ വഫാത്തായി പോയതിനു ശേഷം ഇവരെയൊക്കെ പഠിച്ചിട്ട് കാര്യമില്ല. നമ്മൾ പലപ്പോഴും അങ്ങനെ നെല്ലിക്കുത്ത് ഉസ്താദിനൊക്കെ നമ്മൾക്ക് മനസ്സിലായത് വഫാത്തായതിനു ശേഷം. പിന്നെ അതുകൊണ്ട് വല്ല കാര്യമുണ്ടോ? ജീവിച്ചിരിക്കുമ്പോൾ മനസ്സിലാക്കണം അവരാരാണ്, എന്നാലേ ബാക്കിയുള്ളവർക്ക് അതുകൊണ്ട് ഫലം കിട്ടുള്ളൂ. ബഹുമാനപ്പെട്ട പൊന്മള ഉസ്താദിനെ സംബന്ധിച്ചൊക്കെ ഒരു ദിവസം പറഞ്ഞാൽ തീരൂല. അത്രമാത്രം പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന് വേണ്ടി ഖിദ്മത്ത് ചെയ്ത് ആയിരക്കണക്കിന് മഹായോഗ്യരായ ശിഷ്യന്മാരെ വാർത്തെടുക്കുക മാത്രമല്ല, പിൽക്കാലത്തുള്ളവർക്ക് സുന്നത്ത് ജമാഅത്ത് എന്താണ്, ദീൻ എന്താണെന്ന് മനസ്സിലാക്കാൻ ആവശ്യമാവുന്ന അറബിയിലും മലയാളത്തിലുമുള്ള കനപ്പെട്ട ഗ്രന്ഥങ്ങൾ എഴുതി മുസ്ലിം കൈരളിക്ക് സംഭാവന ചെയ്ത ഒരു മഹാപണ്ഡിതനാണ്. അധികം പ്രായമില്ലെങ്കിലും ബഹുമാനപ്പെട്ട പൊന്മള ഉസ്താദ്. പ്രസംഗ രംഗത്ത് പേരോട് ഉസ്താദിനെ പോലെയോ മറ്റോ AP ഉസ്താദിനെ പോലെയോ അത്ര തിളങ്ങുന്നില്ല എങ്കിൽ പോലും ഇൽമിന്റെ രംഗത്ത്, ദർസി രംഗത്ത്, കിതാബ് എഴുതി മുസ്ലിം ലോകത്തിന് സമർപ്പിക്കുന്ന രംഗത്ത് വലിയ ഉന്നത സ്ഥാനത്തുള്ള ആളാണ്. അങ്ങനെ മഹാനായ പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ തവ്വലല്ലാഹു അംറഹു ഫി ആഫിയത്തിൻ വസലാമ മഹാനവർകൾ പ്രസിഡന്റും ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ് യുവാക്കളിൽ തുല്യതയില്ലാത്ത പണ്ഡിതനാണ്. ഇഖ്ലാസ് മാത്രം മുഖമുദ്രയായി അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി തന്നെത്താൻ സമർപ്പിച്ചത് കൊണ്ട് തന്നെ അള്ളാഹു തആല മറ്റ് പലർക്കും നൽകാത്ത അതിമഹത്തായ സൗഭാഗ്യവും വിജയവും കനിഞ്ഞരുളിയ ഒരു പ്രത്യേക വ്യക്തിത്വത്തിന്റെ ഉടമയാണ് ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ്. ചെറുപ്പക്കാരനാണെങ്കിലും ഷുഗർ കംപ്ലൈന്റ് മുതൽ പല രോഗങ്ങളും ഉണ്ട്. അല്ലാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ് കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. സുന്നത്ത് ജമാഅത്തിന്റെ ഖിദ്മത്തിന് ഒരുപാട് കാലം അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. ഇപ്പോൾ ആ കരുത്തുറ്റ രണ്ട് കരങ്ങളിലാണ് ബഹുമാനപ്പെട്ട സുന്നി യുവജന സംഘം മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ കേവലം ഒരു മത ധർമ്മ സംഘടന എന്നതിലുപരി മനുഷ്യന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട എല്ലാ ചലനങ്ങളിലും ശക്തവും വ്യക്തവുമായ വ്യക്തിമുദ്ര പതിപ്പിച്ചുകൊണ്ട് സ്വാധീനം ചെലുത്തിക്കൊണ്ട് ശ്രദ്ധേയമായി മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു മഹത്തായ മത ധാർമ്മിക ജനകീയ പ്രസ്ഥാനമായ സുന്നി യുവജന സംഘം. പേരിൽ യുവജന സംഘം എന്നാണെങ്കിലും സുന്നി ബഹുജന പ്രസ്ഥാനം അത് ഇനിയും ഒരുപാട് കാലം മുന്നോട്ട് നീങ്ങേണ്ടതുണ്ട്. ഒരുപാട് പ്രവർത്തന മേഖലകൾ അതിന്റെ മുന്നിലുണ്ട്. അതിന്റെ ചുവടുവെപ്പിൽ ഒരു പ്രധാന നാഴികക്കല്ലാകാൻ പോകുന്നു ഇൻഷാ അല്ലാഹ് SYSന്റെ 60ാം സമ്മേളനം. കൂട്ടത്തിലൊരു കാര്യം മനസ്സിലാക്കുക, സമസ്ത കേരള സുന്നി യുവജന സംഘം എന്നാണ് SYSന്റെ മുഴുവൻ പേര്. അപ്പേരിൽ കേരളത്തിൽ എന്നല്ല ലോകത്തെവിടെയും മറ്റൊരു സംഘടന പ്രവർത്തിക്കുന്നില്ല. മനസ്സിലായില്ലേ? ഡ്യൂപ്ലിക്കേറ്റ് അപ്പുറത്തൊന്നുണ്ട്, പക്ഷേ അതൊരിക്കലും ഒരു സ്റ്റേജിലും ഒരു സന്ദർഭത്തിലും ഒരു കടലാസിലും സമസ്ത കേരള സുന്നി യുവജന സംഘം എന്നവർ പറയാറില്ല. പറഞ്ഞ അന്ന് പൂട്ടുപോലെ പീടിയ. മനസ്സിലായില്ലേ? അന്ന് പൂട്ടുപോലെ പീടിയ. മറിച്ച് ബാല് മുറിച്ചിട്ട് SYS നാളെ. കാരണം എന്താ? സമസ്ത കേരള സുന്നി യുവജന സംഘം എന്നത് 954 താനൂർ സമ്മേളനത്തിൽ നിന്ന് സമസ്ത തീരുമാനിക്കുകയും 61 കക്കാട് സമ്മേളനത്തിൽ
ഔദ്യോഗിക കീഴടകമായി അംഗീകരിക്കപ്പെടുകയും ചെയ്ത സമസ്ത കേരള സുന്നി യുവജന സംഘം രജിസ്റ്റർ ചെയ്യപ്പെട്ട ഒരു മതധർമ്മ സംഘടനയാണ്. ആ സംഘടന ഇന്ന് ബഹുമാനപ്പെട്ട പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ പ്രസിഡന്റും മഹാനായ പേരോട് അബ്ദുറഹ്മാൻ സഖാഫി ജനറൽ സെക്രട്ടറിയുമായി പ്രവർത്തിക്കുന്ന സംഘടന മാത്രമാണ്. പിന്നെന്താന്ന് വെച്ചാൽ ആളെ പറ്റിക്കുക എന്ന് പറഞ്ഞിട്ടൊരു പരിപാടിയുണ്ട്. അതിനു വേണ്ടിയിട്ട് ബാല് മുറിച്ചിട്ട് ഹൽഫീസാലി ചെയ്തതാ. ഏതുപോലെ SSF എന്ന് പറയുന്ന മഹത്തായ സംഘടനക്ക് റിബലുണ്ടാക്കി അതിന്റെ തലക്കല് സുലാസി മസീദ് ഫിഹി അറിഞ്ഞിട്ട് 2 ഹർഫ് സായിദയാക്കി കൊടുത്ത സ്ഥാനത്ത് അവിടെ അങ്ങനെയാണല്ലോ SK എന്ന് എഴുതി കൊടുത്തുക. SSF ഇവിടെ നേരത്തെ ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. അതുപോലെ അതിന്റെ തലക്കല് SK എന്ന് 2 അക്ഷരം കൂട്ടിക്കൊടുത്ത് അതിനാണ് സുലാസി മസീദ് ഫിഹി എന്ന് പറയുന്നത്. അതേ സമയത്ത് SYS 954 ഉണ്ടാവുമ്പോൾ തന്നെ അതിന്റെ പേര് സമസ്ത കേരള സുന്നി യുവജന സംഘം എന്നാ. ഇവരുണ്ടാക്കിയത് വെറും സുന്നി യുവജന സംഘ, സമസ്ത കേരള ഇതില്ല. അവിടെ SK ഒരു വെട്ടിമാറ്റി ഇപ്പുറത്ത് എഴുതി ചേർത്ത്. അപ്പൊ ഇവര് ചെയ്ത എന്താന്ന് വെച്ചാല് ഈ SYSന്റെ തലക്കിലുള്ള SK വെട്ടിയെടുത്തിട്ട് സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ ഉള്ള കേരള സ്റ്റേറ്റ് സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ എന്ന കേരള സ്റ്റേറ്റ് സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ എന്നെടുത്ത് സമസ്ത കേരള സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ എന്നാണെന്ന് തോന്നിക്കാൻ വേണ്ടിയിട്ട് SYSലെ SK വെട്ടിമാറ്റി ഇങ്ങേ പുറത്ത് കൊണ്ടുവന്ന് ഒട്ടിച്ച് കണ്ടോ. അപ്പൊ SK ഇല്ലാത്ത SSFന്റെ തലക്കല് SK ഒട്ടിച്ചു കൊടുത്തു. അതിനെ എവിടുന്നാ വെട്ടിയത്? SYSന്റെ തലക്കലുള്ള SK വെട്ടിയിട്ട് ഇങ്ങേ പുറത്ത് കൊണ്ടുവന്ന് ഒട്ടിച്ചു. അങ്ങനെ രണ്ടും കൃത്രിമമാക്കി. SSFും കൃത്യമാക്കി, SYSും കൃത്രിമമാക്കി. അത് ഒറിജിനൽ അല്ല. ഒറിജിനൽ ആണെങ്കിൽ സമസ്ത കേരള സുന്നി യുവജന സംഘം എന്ന് എഴുതട്ടെ വരും, അല്ലെങ്കിൽ സമ്മേളനത്തിന് അങ്ങനെ പറയട്ടെ, അല്ലെങ്കിൽ രേഖയിൽ അങ്ങനെ എഴുതട്ടെ. ഇന്നലെ ഇതിൽ എഴുതാനോട്ട് കഴിയൂല. അപ്പൊ അത് വേറെ, അതിനെപ്പറ്റി നമ്മൾ പറയേണ്ടതില്ല. ആർക്കും എന്ത് സംഘടന ഉണ്ടാക്കാൻ ഇവിടെ സ്വാതന്ത്ര്യമുണ്ട്. അതിന് നമ്മൾ ചോദ്യം ചെയ്യേണ്ട ആവശ്യമില്ല. ഇന്ത്യ സ്വതന്ത്ര രാഷ്ട്രമാണ്, അതിൽ പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ സമസ്ത കേരള സുന്നി യുവജന സംഘം എന്ന് പറയുന്ന 954 താനൂർ സമ്മേളനത്തിൽ നിന്ന് രൂപം കൊണ്ട 61 കക്കാട് സമ്മേളനത്തിൽ സമസ്ത അംഗീകരിച്ച സംഘടന സമസ്ത കേരള സുന്നി യുവജന സംഘമാണ്. അത് കേരളത്തിൽ ഒന്നേ ഉള്ളൂ. അത് ബഹുമാനപ്പെട്ട MA അബ്ദുൽ ഖാദർ മുസ്ലിയാർ പ്രസിഡന്റും മഹാനായ പേരോട് അബ്ദുറഹ്മാൻ സഖാഫി ജനറൽ സെക്രട്ടറിയുമായ സംഘടനയാണ്. അള്ളാഹു സുബ്ഹാനഹു ഒരുപാട് പറയാനുണ്ട്. അതൊക്കെ പിന്നീട് സൗകര്യമുള്ള സമയങ്ങളിൽ ഇൻഷാ അള്ളാഹ് സമസ്തന്റെ ചരിത്രം പറഞ്ഞു തുടങ്ങി കുറച്ചു ദിവസം പറഞ്ഞാണ്ട് നമുക്ക് ഒഴിവില്ലാത്തത് കൊണ്ട് നിർത്തിവെച്ചാ ഇനി എപ്പോഴെങ്കിലും ഒഴിവ് കിട്ടുകയാണെങ്കിൽ ഇൻഷാ അള്ളാഹ് സമസ്തയുടെ കഴിഞ്ഞുപോയ നേതാക്കന്മാരെ സംബന്ധിച്ചും സമസ്തയുടെ പ്രവർത്തന ചരിത്രത്തെ കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചിരിക്കുന്നത് നല്ലതാണ്. അള്ളാഹു സുബ്ഹാനഹു തആല തൗഫീഖ് ചെയ്താൽ മറ്റൊരിക്കൽ പറയാം. അള്ളാഹു തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഞാൻ ചുരുക്കാണ്. അള്ളാഹു സുബ്ഹാനഹു തആല പരിശുദ്ധമായ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന് വേണ്ടി സേവനം ചെയ്യാനും ആ മാർഗത്തിൽ ഉറച്ചു നിന്ന് ജീവിച്ച് മഹാന്മാരായ നമ്മുടെ ഉസ്താദന്മാരും മശായിഖന്മാരും മുൻഗാമികളായ നമ്മുടെ ഇമാമിയങ്ങളും ഒക്കെ കാണിച്ചു തന്ന ആ സത്യമാർഗത്തിൽ ജീവിച്ചു മരിക്കാനും അതിനുവേണ്ടി സേവനം ചെയ്യാനും അല്ലാഹു തആല ആഫിയത്തും തൗഫീഖും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിലായി ജീവിച്ചു മരിക്കാൻ നമുക്കും നമ്മുടെ മക്കൾക്കും നമ്മുടെ കുടുംബങ്ങൾക്കും ബന്ധുജനങ്ങൾക്കും ഒക്കെ അല്ലാഹു തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ വറഹംനാ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم. دعاء وصية. السلام عليكم ورحمة الله وبركاته.